പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വീണ്ടും ഒരു വെളിപ്പാടുമായി നിങ്ങളുടെ മുൻപാകെ കടന്നു വരുവാൻ കർത്താവ് തന്ന വലിയ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. 2025 രണ്ടാം മാസം കൂടെ നമ്മുടെ മുൻപിൽ നിന്ന് വേഗം തന്നെ കടന്നു പോവുകയാണല്ലോ. കർത്താവ് നടത്തുന്ന ഓരോ ശ്രേഷ്ഠവിധങ്ങൾക്കായി അവൻ്റെ സ്നേഹത്തിനായി ഒരു പ്രാവശ്യം കൂടെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അവൻ്റെ വചനം എത്ര മാധുര്യമുള്ളതാണ്, അവൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ എത്ര വലുതാണ്. ഹല്ലേലൂയ. ആ വചനത്തിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ, വചനത്തിൻ്റെ ആഴങ്ങളെ ഓരോ ദിവസവും ഗ്രഹിക്കുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സമയത്ത് നിങ്ങളുടെ മുൻപാകെ വീണ്ടും ഒരു വചനവുമായി കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഏത് സമയത്തും ഏത് വ്യക്തിയിലൂടെയും ഏത് സാഹചര്യങ്ങളിലൂടെയും നമ്മളോട് സംസാരിക്കുവാൻ കഴിയും. നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവാരങ്ങളെ അതതുപോലെ അറിഞ്ഞ് ഓരോ വ്യക്തി ജീവിതങ്ങളിലുള്ള വ്യക്തമായ ആലോചനകൾ പകർന്നു തരുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും. അവൻ്റെ വചനത്തിൻ്റെ അകത്ത് ഉള്ള വെളിപ്പാടുകൾ വെളിപ്പെടുത്തി തന്ന് നമ്മളെ ആഴങ്ങളിലേക്ക് ഇറക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിന് മുൻപിൽ എന്നെയും വീണ്ടും താഴ്ത്തുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ഇന്ന് ഒരു ചെറിയ ചിന്തയുമായി കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം യോശുവയാണ്. സ്തോത്രം. യോശുവ എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഒരു യുദ്ധവീരനായിരുന്നു, അല്ലേ? മോശയുടെ കാലശേഷം ദൈവത്തിൻ്റെ ജനത്തെ കനാൻ ദേശത്തിലേക്ക്, അല്ലെ അവരോട് വാഴ്ത്തത്വം പറഞ്ഞ നാട്ടിലേക്ക്, ആ ഭാഗത്തേക്ക് അവരെ നയിക്കുവാൻ കർത്താവ് തിരഞ്ഞെടുത്ത, ദൈവമായ യഹോവ തിരഞ്ഞെടുത്ത ഒരു പുരുഷനാണ് യോശുവ. പക്ഷേ ഈ യോശുവ ആരായിരുന്നു? ഈ യോശുവയെ എങ്ങനെയാണ് കർത്താവ് യുദ്ധവീരനാക്കി മാറ്റിയത്? യോശുവയുടെ പ്രത്യേകതകൾ എന്താണ്? എങ്ങനെയാണ് യോശുവയെ കർത്താവ് ഉപയോഗിച്ചത്? ആ വഴികളൊക്കെ നമ്മൾ ചിന്തിച്ചാൽ കർത്താവിൻ്റെ പ്രത്യേക സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ, വചനത്തിലൂടെ എങ്ങനെയാണ് ദൈവാത്മാവ് നമ്മളെ കർത്താവിൻ്റെ യുദ്ധത്തിനു വേണ്ടി, അല്ലെ നമ്മുടെ വാഴ്ത്തത്വങ്ങളെ അവകാശമാക്കുവാൻ കർത്താവ് നമ്മളെ എങ്ങനെയാണ് പണിയുന്നതെന്ന് നമുക്ക് വചനത്തിൽ നിന്ന് കാണാൻ സാധിക്കും. സ്തോത്രം. ജോഷുവ എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ യോശുവയെക്കുറിച്ച് തുടക്കത്തിലൊന്നും കാണാൻ നമുക്ക് സാധിക്കത്തില്ല. അങ്ങനൊരു പൈതൽ യോശുവയെക്കുറിച്ച് തുടക്ക ഭാഗങ്ങളിലൊന്നും അവിടെ യോശുവയെക്കുറിച്ച് വിവരിച്ചിട്ടില്ല. നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് ആദ്യമായിട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ജനത്തെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവമായ കർത്താവ് ഉപയോഗിച്ച പുരുഷനാണ് മോശ. മോശയോട് ദൈവം കൽപ്പിക്കുകയാണ്, നീ ഇറങ്ങിച്ചെന്ന് എൻ്റെ ജനത്തെ, അതായത് മിസ്രൈമിലേക്ക് ഇറങ്ങിച്ചെന്ന് എൻ്റെ ജനത്തെ വിട്ടയപ്പാൻ ഫറവോനോട് പറയുക എന്നാണ് മോശയോട് ദൈവം കൽപ്പിച്ചത്. പക്ഷെ മോശ അവിടെ കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് അവരുടെ ദൈവത്തെ തന്നെ അവർക്കറിയത്തില്ല. അവരുടെ പിതാക്കന്മാരറിഞ്ഞ ദൈവത്തെ, അല്ലെ അവരെ അത്ഭുതങ്ങളിലൂടെ വഴി നടത്തി അവരുടെ പിതാക്കന്മാരെ ഈ രാജ്യത്ത്, അല്ലെ മിസ്രൈം ദേശത്ത് കൊണ്ടുവന്ന വഴികൾ മറന്നുപോയ ഒരു തലമുറയാണ് മോശയ്ക്ക് അവിടെ കാണാൻ സാധിച്ചത്. നമ്മൾ വായിക്കുന്നുണ്ട്, ഫറവോനെയും മിസ്രൈമിലെ ജനത്തിൻ്റെ മുൻപിൽ ദൈവമായ യഹോവയെ മോശ വെളിപ്പെടുത്തി, അല്ലെ ആ കർത്താവ് 10 ബാധകളിലൂടെ ദൈവം ആരെന്ന് തെളിയിച്ചു എന്ന് വ്യക്തമായി നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ മോശ അവിടെ ദൈവവചനത്തിലൂടെ, അല്ലെ ദൈവത്തിൻ്റെ ആത്മാവ് അവനിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തുമ്പോൾ ഫറവോനോട് മാത്രമല്ല മോശ അവിടെ ദൈവം ആരാന്ന് തെളിയിക്കുന്നത്. മോശ അവിടെ ദൈവത്തിൻ്റെ ജനത്തോടും കൂടെയാണ് തെളിയിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനോടും കൂടെയാണ് ദൈവം തെളിയിച്ചത്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന ദൈവവചനത്തിലൂടെയും അനേക അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ മോശയിലൂടെ ദൈവം അവിടെ ദൈവത്തിൻ്റെ ജനത്തോടും കൂടെയാണ് തെളിയിച്ചത്. കാരണം ഈ ജനം അവരുടെ ദൈവത്തെ മറന്നുപോയി. ഈ ദൈവം ആരാന്ന് അവർക്ക് അവരുടെ പിതാക്കന്മാരിലൂടെ ഒരു പക്ഷേ ആ അറിവ്, അല്ലെ ആ ഒരു അറിവിൻ്റെ പകർച്ച അവർക്ക് ലഭിക്കാതെ കടന്നുപോയി. ഏകദേശം 400 വർഷത്തോളമാണ് ദൈവത്തിൻ്റെ ജനം അടിമത്വത്തിൽ, ഫറവോൻ്റെ അടിമത്വത്തിൽ കിടന്ന് ദൈവത്തെ മറന്ന്, അല്ലെ അവരുടെ കഷ്ടതകളെ അവർ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ദൈവത്തെ അവർ വിട്ടുപോയി. നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, 400 വർഷം അവർ ഫറവോനെ സേവിച്ചപ്പോൾ അവരുടെ ആ ഒരു മെൻറ്റാലിറ്റി, അവരുടെ ഹൃദയത്തിനുള്ളിൽ, അല്ലെ അവരുടെ മൊത്തത്തിൽ അവരെ ചുറ്റിയിരിക്കുന്ന ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ സ്ലേവ്സ് ആണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഫറവോൻ്റെ അടിമകളാണ്, ഫറവോനെ മാത്രം ഞങ്ങൾ സേവിക്കുക എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലെ ഏക അവരുടെ ലക്ഷ്യമായി മാറിയിരിക്കുന്നത്. അവരത് ആഗ്രഹിക്കുന്നില്ലെങ്കിലും അവരുടെ ജീവിതം മൊത്തത്തിൽ കഷ്ടതയുടെയും തീച്ചുകളുടെയും പ്രതികൂലത്തിൻ്റെയും
ഫറവോൻ്റെ ചാട്ടവാറിൻ്റെ മുൻപിൽ അവരുടെ ജീവിതം മൊത്തത്തിൽ തകർന്നു കിടക്കുകയാണ്. അവരടിമ നുഖത്തിലാണ്. അവരെ അതിൽ നിന്ന് വിടുവിക്കുവാൻ ആർക്കും കഴിയത്തില്ല, അല്ലെ അതിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ആർക്കും സാധിക്കത്തില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഉള്ളിൽ ഇത്രയും വർഷത്തിനുള്ളിൽ അവർക്ക് വന്നു കഴിഞ്ഞു. അവരുടെ വിചാരം, അല്ലെ അവർ ചിന്തിച്ചു വെച്ചേക്കുന്ന ചില ചിന്താഗതികൾ അവർക്കുണ്ട്. ഈ ഫറവോൻ്റെ ശക്തിക്ക് മുൻപിൽ ആർക്കും നിൽക്കുവാൻ കഴിയത്തില്ല, അല്ലെ ഈ ഫറവോൻ്റെ അടിമത്തത്തിൽ തന്നെ ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞു പോകും, ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഇതുപോലെ തന്നെ ഫറവോനെ സേവിക്കും എന്നുള്ളൊരു ചിന്താഗതി ആയിരിക്കും ഒരുപക്ഷെ ഇസ്രായേൽ മക്കളുടെ ഉള്ളിൽ അന്ന് അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ നിലവിളിയും ഈ ചിന്താഗതിയും ഒക്കെയും ദൈവമായ കർത്താവ് കണ്ടു. ദൈവം ഈ നിലവിളി കേട്ടുകൊണ്ടാണ് മോശയോട് പറഞ്ഞത്, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു, അവരെ ഈ കഷ്ടതയിൽ നിന്ന്, അല്ലെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കുമെന്ന് ദൈവമായ കർത്താവ് അവിടെ മോശയോട് അരുളി ചെയ്യുകയാണ്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് മോശയോട് ദൈവം വിടുവിച്ച് ആദ്യം അവർ കടന്നു വരുന്നത് ചെങ്കടലിൻ്റെ മുൻപിലാണ്, അല്ലേ? ചെങ്കടലിൻ്റെ മുൻപിൽ അവർ കടന്നു വരുമ്പോൾ അവരുടെ മുൻപിൽ വലിയൊരു പ്രതികൂലമാണ്. ഇസ്രായേൽ ജനം പറയുകയാണ്, ഞങ്ങൾ ഇത്രയും നാൾ ഫറവോനെ സേവിച്ചു, വലിയൊരു പ്രതികൂലമാണ്, അതിലൂടെയാണ് ഞങ്ങൾ കടന്നു വന്നത്. ഇപ്പോൾ ഞങ്ങളുടെ മുൻപിൽ വീണ്ടും ചെങ്കടൽ. മോശയോട് അവർ പിറുപിറുക്കുകയാണ്, അവരുടെ ദൈവത്തോട് അവർ പിറുപിറുക്കുകയാണ്. അവർക്ക് പുറകോട്ട് പോകുവാൻ കഴിയത്തില്ല, കാരണം പുറകിൽ ഫറവോൻ്റെ സൈന്യമുണ്ട്, പക്ഷെ മുൻപിൽ ചെങ്കടലുണ്ട്. ഇത്രയൊക്കെ അവരുടെ ഉള്ളിൽ ചിന്താഗതികളും പിറുപിറുപ്പും ഒക്കെ ഉള്ളപ്പോൾ അവരുടെ കൂടെയുള്ളൊരു കുഞ്ഞു തലമുറയുണ്ട്, ഒരു കൊച്ചു തലമുറകൾ അവരുടെ കൂടെയുണ്ട്. ഈ ജോഷുവയും ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ബാലനായിരുന്നു. ജോഷുവെ പോലെ അനേക ബാലന്മാർ, അല്ലെ അനേക യൗവനക്കാർ, ഭാവിയിലെ അനേക യൗവനക്കാർ ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിലും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് യോശുവയെക്കുറിച്ചാണ്. യോശുവയും തീർച്ചയായിട്ടും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കുന്ന ഏകദേശം ഒരു 5-6 വയസ്സ് മാത്രം അന്ന് യോശുവയ്ക്ക് പ്രായമുണ്ടായിരുന്നുള്ളൂ. ഈ പ്രായമായ, അല്ലെ അവരുടെ മാതാപിതാക്കൾ ഈ ചെങ്കടലിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിൽ അവരുടെ ദൈവം ആരാന്ന് അവർ മിസ്രൈമിൽ വെച്ച് കണ്ടുവെങ്കിലും ഈ ദൈവത്തെ യഥാർത്ഥമായി മനസ്സിലാക്കുവാനോ ദൈവത്തെ ഗ്രഹിക്കുവാനോ അല്ലെ ദൈവത്തെ അറിയുവാനോ പിന്നെയും ഇസ്രായേൽ മക്കൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടല്ലേ 40 വർഷം എടുത്തു, അല്ലെ 40 വർഷക്കാലം മരുഭൂമിയിൽ കർത്താവ് അവരെ ഉഴലുമാറാക്കിയെന്ന് ദൈവവചനം പറയുന്നത്. അവരുടെ ദൈവത്തെ അവർക്ക് ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിഞ്ഞില്ല. മരുഭൂമിയിലായിരുന്നപ്പോൾ പോലും വീണ്ടും അവർ ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോയി. മിസ്രൈമിൻ്റെ ജീവിതത്തെ അവർ വീണ്ടും ആഗ്രഹിച്ചു, അല്ലെ ആ ജീവിതമായിരുന്നു നല്ലതെന്ന് പലപ്പോഴും പലവട്ടം അവർ ദൈവം മുൻപാകെ മോശയോട് പിറുപിറുത്തു. പക്ഷെ അവരുടെ കൂടെ നിന്നിരുന്ന ഈ കുഞ്ഞു തലമുറകൾ, അല്ലെ ഈ ജോഷുവയെക്കുറിച്ചാണല്ലോ നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന്. ഈ ജോഷുവയെ പോലുള്ള കുഞ്ഞു തലമുറകൾക്ക് ഇതൊന്നും അറിയത്തില്ല. നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ സ്വഭാവം നമുക്കറിയാലോ. ഏകദേശം ഒരു 5 വയസ്സ് കഴിഞ്ഞാണ് അവരവരുടെ കാര്യങ്ങളൊക്കെ വലുതാവുമ്പം അവരുടെ 5 വയസ്സ് കഴിഞ്ഞുള്ള കാര്യങ്ങൾ അവർ ഓർമ്മ വെക്കുന്നത്. 5 വയസ്സിന് താഴെ എന്ന് പറയുമ്പോൾ അവർ വെറും തീരെ കുഞ്ഞു പൈതങ്ങൾ. അവർക്ക് അവരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊന്നും ഓർക്കുവാൻ, അല്ലെ 5 വയസ്സിന് മുൻപ് നടന്ന കാര്യങ്ങളൊന്നും അങ്ങനെ ഓർത്തെടുക്കുവാൻ വളരെ ചുരുക്കമാണ് അങ്ങനെ ആൾക്കാരത് ഓർത്തെടുക്കുന്നത്. അപ്പോൾ ഈ 5-6 വയസ്സിനുള്ളിൽ, ഈ സമയത്തിനുള്ളിൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്നു. അവർക്കൊരു ടെൻഷനുകളും ഇല്ല, ഒരു പ്രയാസങ്ങളും ഇല്ല. അവരുടെ മാതാപിതാക്കൾ പലവിധ പ്രതികൂലങ്ങളിലൂടെയും ഫറവോൻ്റെ ഒഴിവുവേലയിൽ കൂടെ കടന്നു പോകുമ്പോഴും അവർക്കിതൊന്നും അവരുടെ ഉള്ളിൽ, അല്ലെ അവരുടെ ആ കൊച്ചു മനസ്സിൽ ഞങ്ങൾ അടിമകളാണ്, അല്ലെ ഞങ്ങളുടെ ജീവിതം ഇതിലൂടെ മാത്രമാണ് ഞങ്ങൾക്ക് കടന്നു പോകേണ്ടത്, ഞങ്ങളുടെ ലക്ഷ്യം ഇതാണെന്നും, അല്ലെ ഞങ്ങൾക്ക് ജീവിതത്തിൽ കഷ്ടതകൾ മാത്രമുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി ഈ കുഞ്ഞു തലമുറയുടെ മനസ്സിലില്ല. അവരുടെ മനസ്സിലുള്ളത് ഇന്നും ശുദ്ധമായ ഒരു ഹൃദയമാണ് അവർക്കുള്ളത്. അവർ ഏത് സാഹചര്യത്തിലും അവർ കളിക്കും, അല്ലേ? നമ്മുടെ കുഞ്ഞു കുട്ടികൾ അങ്ങനെയാണല്ലോ. നമ്മൾ എത്ര പ്രതികൂലത്തിൽ, അല്ലെ നമ്മുടെ സാഹചര്യങ്ങൾ നോക്കാതെ അതിനെ മറന്ന് അവരെ തന്നെ അവർ ആനന്ദിക്കുന്ന, അല്ലെ അവരുടെ കൂട്ടുകാരോടൊപ്പം സന്തോഷിക്കുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളത്. അതുപോലെയായിരുന്നു ഈ കൂട്ടത്തിൽപ്പെടുന്ന വ്യക്തിയായിരുന്നു ജോഷുവയും അന്ന് കണ്ടത്, അല്ലെ യോശുവ അന്ന് കണ്ടത് അവൻ്റെ ജീവിതത്തിൽ, അല്ലെ അവൻ്റെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ കണ്ടിരുന്ന ഒരു പ്രതികൂലമല്ലായിരുന്നു അവൻ്റെ മനസ്സിൽ. അവർ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി ആദ്യം കണ്ടത് എന്തായിരുന്നു? ഏറ്റവും വലിയ ആദ്യം കണ്ട പ്രതികൂലം, അല്ലെ മുന്നിൽ കാണുന്നത് ചെങ്കടലായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ പറയുകയാണ്, യോശുവയെ പോലുള്ള അനേക കുഞ്ഞു പൈതങ്ങൾ, അല്ലെ ബാലന്മാർ
ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെങ്കടലിൻ്റെ മുൻപിൽ അവർ നിൽക്കുമ്പോൾ എന്താണ് പറയുന്നത്? ഇതേ കണ്ടോ ചെങ്കടൽ, ഇത് കണ്ടോ ഇത്രയും വലിയ കടൽ. അവർക്കിതൊക്കെ ഭയങ്കര അതിശയമായിരുന്നു. പക്ഷെ അവരന്നേരം ദൈവത്തോട് പിറുപിറുത്തില്ല. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ വെച്ച് പറഞ്ഞു, ഞങ്ങളെ കൊല്ലുവാൻ, അല്ലെ ഞങ്ങളുടെ കുഞ്ഞു കുട്ടികളെ കൊല്ലുവാനാണോ മരുഭൂമിയിൽ കൊണ്ടുവന്നതെന്ന് മോശയോട് അവർ പിറുപിറുക്കുമ്പോൾ അവർ മനസ്സിലാക്കിയില്ല. ദൈവമായ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾ ഈ കൊള്ളയായി പോകുമോ എന്ന് മരുഭൂമി. പക്ഷേ ഈ കുഞ്ഞു കുട്ടികളെ തന്നെ ദൈവമായ കർത്താവ് കനാൻ ദേശത്ത് എത്തിച്ചു. എന്തുകൊണ്ട് എത്തിച്ചു? അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. കാരണം അവരുടെ ഉള്ളിൽ ഈ സ്ലേവിൻ്റെ ഒരു മെൻറ്റാലിറ്റി, അല്ലെ ഫറവോൻ്റെ അടിമത്തത്തിലാണ് ഞങ്ങൾ എന്നുള്ളൊരു ചിന്താഗതി അവരുടെ ഉള്ളിലില്ല. അവരുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ അത്ഭുതത്തിലൂടെയാണ്. അവരുടെ ജീവിതത്തിലെ ആരംഭം കുറിക്കുന്നത് തന്നെ അത്ഭുതമായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു അടിമത്തം, അല്ലെ സാത്താൻ്റെ അടിമമുഖം അവരുടെ ജീവിതത്തിൽ, അവരുടെ മനസ്സുകളിലില്ല. അവർ കാണുന്നത് തന്നെ, അല്ലെ ജീവിതം തുടങ്ങുന്നത് തന്നെ അത്ഭുതത്തിലൂടെയാണ്. അപ്പോൾ യോശുവയുടെ ജീവിതം തുടക്കം തന്നെ ഒരു വലിയ അത്ഭുതമാണ് ജോഷുവ ആദ്യം കാണുന്നത്. എന്താണ് അവൻ കണ്ടത്? ചെങ്കടലിനെ ദൈവം വിഭജിച്ചു. രണ്ട് ഭാഗത്തും ഇരുവശത്തും വലിയ മതിലുകളെപ്പോലെ ചെങ്കടൽ നിൽക്കുകയാണ്. അതിലൂടെ ഈ ജോഷുവെപ്പോലുള്ള ബാലന്മാർ കടന്നു പോകുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി അവർ കാണുന്നത്, ഈ കുഞ്ഞു മനസ്സുകൾ അന്ന് കാണുന്നത് ആദ്യമായിട്ടാണ്. ഇസ്രായേമിൽ വെച്ച് അവർ 10 ബാധകൾ കണ്ടെങ്കിലും ഇത്രയും വലിയൊരു അത്ഭുതം ഈ കുഞ്ഞുകുട്ടികൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആ സീൻ ഒന്ന് ചിന്തിച്ച് നോക്കണേ. യോശുവയും അതുപോലുള്ള കുഞ്ഞുകുട്ടികൾ കാണുന്നത് വലിയ ചെങ്കടൽ രണ്ടായിട്ട് വിഭജിച്ച് നിൽക്കുകയാണ്. പക്ഷെ അവരുടെ കൂടെയുള്ള അവരുടെ മാതാപിതാക്കന്മാർക്ക് ഈ ദൈവത്തിൻ്റെ ഇത്ര വലിയ പ്രവൃത്തി അവർ കാണുന്നുണ്ട്. കണ്ണാലെ അവർ ദൈവത്തിൻ്റെ അത്ഭുതം കാണുന്നുണ്ടെങ്കിലും അവരടുത്ത പ്രതികൂലത്തിലേക്ക് ചാടുന്നതിന് മുൻപ് തന്നെ ഈ ദൈവത്തെ അവർ മറന്നു പോവുകയാണ്, അല്ലെ ദൈവത്തോട് വീണ്ടും ഒരു പിറുപിറുക്കുകയാണ്. ആ ഒരു സ്വഭാവമാണ് അവരുടെ മാതാപിതാക്കളിൽ കണ്ടത്. ദൈവമായ കർത്താവ് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അവരെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. എന്തുകൊണ്ട്? കാരണം അവരുടെ ദൈവത്തെ അങ്ങോട്ട് വിശ്വസിക്കുവാൻ, ആ ദൈവത്തെ അവരെപ്പോഴും പിറുപിറുത്തു മാത്രമാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അവർക്ക് ദൈവം പറഞ്ഞ വാഴ്ത്തത്തിലോ ദൈവത്തിൻ്റെ പ്രവൃത്തിയിലോ വിശ്വസിച്ച് ആ ദൈവത്തെ അങ്ങോട്ട് സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിന്ന് നിലനിൽക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മളെ ഓരോ ദിവസവും കർത്താവ് നമ്മളെ നടത്തുന്ന എത്ര അത്ഭുതങ്ങളോടെയാണല്ലേ. പക്ഷെ ഓരോ പ്രതികൂലത്തിൻ്റെ മുൻപിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വീണ്ടും സാത്താൻ ഇടുന്ന അടിമതുകമുണ്ടല്ലോ. സാത്താൻ്റെ കീഴിൽ നമ്മളാണ്, അല്ലെ ഈ അടിമനുഖത്തിൻ്റെ കീഴിൽ നമ്മളാണ്. വീണ്ടും ഈ പ്രതികൂലമാണല്ലോ ദൈവമേ, വീണ്ടും ഈ പ്രശ്നങ്ങളാണല്ലോ. ആ ഒരു മെൻറ്റാലിറ്റി നമ്മുടെ ഉള്ളിൽ നിന്ന് മാറാതെ നമുക്ക് ദൈവത്തെ അറിയുവാൻ, അല്ലെ രുചിച്ചറിയുവാൻ സാധിക്കത്തില്ല ദൈവമക്കളെ. പക്ഷെ ഇവിടെ നമ്മൾ ഈ കാണുന്ന ജോഷുവ എന്ന് പറയുന്ന ബാലിൻ്റെ ഉള്ളിൽ അവൻ കാണുന്ന ആദ്യത്തെ അത്ഭുതം ചെങ്കടൽ രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു. അപ്പോൾ ഇതിലൂടെ അവർ കടന്നു പോവുകയാണ്. നിങ്ങൾ മനസ്സിൽ ആ ഒരു സീൻ ഒന്ന് കാണണേ. ചെങ്കടലിലൂടെ ഈ കുഞ്ഞു പിള്ളേരൊക്കെ നടന്നു പോകുമ്പോൾ ഇവർ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കണ്ണാലെ കാണുകയാണ്. അവരുടെ ഫ്രണ്ട്സിനോട്, അല്ലെ അവരുടെ കൂടെ കളിക്കുന്ന കുഞ്ഞ് ഫ്രണ്ട്സിനോടൊക്കെ അവരിതൊക്കെ കാണിക്കുന്നു. അത് കണ്ടോ, ഇത് കണ്ടോ, മീനെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവർ കാണിക്കുക. അവരുടെ മനസ്സ് നിഷ്കളങ്കമാണ്. ആ മനസ്സിൽ ഒരു പാപവും വന്നിട്ടില്ല. അത് കഴിഞ്ഞ് അവർ ചെങ്കടൽ കഴിഞ്ഞ് അടുത്തത് അവർ കാണുന്നത് എന്താണ്? അടുത്ത അത്ഭുതം അവർ കാണുന്നത്, നമ്മളൊക്കെ പലപ്പോഴും വായിച്ചു വിടുന്ന ഭാഗങ്ങളാണെങ്കിലും ആ ഭാഗങ്ങളിൽ എത്രമാത്രം ചില വാക്യങ്ങൾ, അല്ലെ ചില സന്ദർഭങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ഭയങ്കര ശക്തമായിട്ടുണ്ട്. അത് ചിലപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്ന അനേക ഭാഗങ്ങളുണ്ട്. അവിടെ ഇപ്രകാരം ഒരു ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകം അതിൻ്റെ 14-ാം അധ്യായത്തിലുണ്ട്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ അതിൻ്റെ 25-ാം വാക്യത്തിൽ അവിടെ ഇപ്രകാരമുണ്ട്: കർത്താവ് മിസ്രൈം സൈന്യം ദൈവത്തിൻ്റെ ജനത്തെ പിന്തുടരുകയാണ്, അല്ലേ? ദൈവത്തിൻ്റെ ജനത്തെ പിന്തുടരുമ്പോൾ അവരും ഈ ചെങ്കടലിനകത്തൂടെ അവർക്കും അതുപോലെ കടന്നു പോകാൻ സാധിക്കുമെന്ന് വിചാരിച്ച് ഫറവോനും സൈന്യവും ഭയങ്കര അവരുടെ രഥചക്രങ്ങളിലൂടെ അവർ ദൈവത്തിൻ്റെ ജനത്തെ പിന്തുടരുമ്പോൾ അവർ ദൈവത്തിൻ്റെ ജനം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ശത്രു അവരെ പിന്തുടരുകയാണ്. പക്ഷെ ദൈവം അവിടെ എന്താ ചെയ്തത്? കർത്താവ് അവരുടെ രഥങ്ങളുടെ ചക്രങ്ങളുടെ ഓട്ടത്തെ പ്രയാസമാക്കി എന്നുള്ളൊരു വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് കർത്താവ് അവരുടെ ആ രഥങ്ങളുടെ ടയറെല്ലാം അങ്ങ് പഞ്ചറാക്കി കളഞ്ഞെന്ന്.
അപ്പോൾ അടുത്ത അത്ഭുതം ദൈവത്തിൻ്റെ ഈ കുഞ്ഞു മക്കൾ കാണുകയാണ്. ഒരു പക്ഷേ വലിയവരത് ശ്രദ്ധിച്ച് കാണത്തില്ലായിരിക്കാം, അല്ലെ കണ്ടുവെങ്കിൽ പോലും പല അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ ജനം കണ്ടിട്ടും കർത്താവിനെ വിശ്വസിക്കുവാൻ, അല്ലേ ഈ ദൈവത്തെ ആഴമായി ഒന്ന് ആശ്രയിക്കുവാൻ അവർക്ക് കഴിഞ്ഞെങ്കിലും ഈ കുഞ്ഞു പൈതങ്ങൾ കാണുന്നത് അടുത്ത അത്ഭുതം, ആ ടയറെല്ലാം നശിച്ചുപോയി. അപ്പോൾ ടയറുകളെല്ലാം പോയി. ഈ ചക്രങ്ങളെല്ലാം, രഥത്തിൻ്റെ ചക്രങ്ങളെല്ലാം അതിൻ്റെ ഭാഗത്തുനിന്ന് വിട്ടുപോയിട്ട് രഥങ്ങളുടെ സ്പീഡ് പോയി. നമുക്കറിയാലോ, ഏതൊരു വണ്ടിയുടെ ടയർ പോയാലും അധികം ആ വണ്ടി ഓടത്തില്ല. അതിൻ്റെ സ്പീഡ് കുറയും, അത് അധിക വേഗതയിലും ഓടത്തില്ല, അധികം പോകാനും പറ്റത്തില്ല. അതേ അവസ്ഥയായിരുന്നു ഫറവോൻ്റെ സൈന്യത്തിൻ്റെ എല്ലാ രഥങ്ങളുടെ ചക്രത്തെ ദൈവം അങ്ങ് തകർത്ത് കളഞ്ഞു. അതങ്ങോട്ട് ഓടാൻ സാധിക്കാതെ. അപ്പോൾ അവരോട് വാക്കി എഴുതിയിട്ടുണ്ട്, ദൈവമാണ് ദൈവത്തിൻ്റെ ജനത്തെ രക്ഷിക്കുന്നു എന്ന് ആർക്ക് മനസ്സിലായി? മിസ്രൈമിലെ ഫറവോനും അവൻ്റെ സൈന്യത്തിനും മനസ്സിലായി, ദൈവത്തിൻ്റെ ജനത്തെ രക്ഷിക്കുന്നത് ഇവരുടെ ദൈവം തന്നെയാണെന്ന് മനസ്സിലായി എന്ന് വ്യക്തമായി അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം രണ്ടാമത്തെ അത്ഭുതം ഈ കുഞ്ഞു പൈതങ്ങൾ കാണുന്നത്, മിസ്രൈമിലെ ഫറവോൻ്റെ സൈന്യത്തിൻ്റെ രഥങ്ങളുടെ ചക്രങ്ങളെല്ലാം ദൈവം അങ്ങ് തകർത്തു. അപ്പോൾ അവർ തമ്മിൽ പറയുകയാണ്, ഇതാ നോക്കിക്കേ, ആ ടയറുകളെല്ലാം പോയല്ലോ, എല്ലാം പോയി, ഇനി അവർക്ക് ഓടാൻ സാധിക്കത്തില്ല. പക്ഷേ അവരുടെ മാതാപിതാക്കൾ ഭയങ്കര ധൃതിയിൽ അവർ ഓടുകയാണ്. കാരണം നമുക്ക് രക്ഷപ്പെടണം, നമുക്ക് ഓടണം. പക്ഷേ ഈ കുഞ്ഞു പൈതങ്ങൾ ആ അത്ഭുതത്തെ കാണുക മാത്രമല്ല, ആ അത്ഭുതം അവരുടെ മനസ്സിൽ അതങ്ങ് പതിഞ്ഞു. ആ അത്ഭുതം, ദൈവം ചെയ്യുന്ന ആ അത്ഭുത വഴികൾ എങ്ങനെയാണ്, എത്ര അതിശയകരമാണ്, അവരുടെ ഹൃദയത്തിൽ ആ ഒരു ചിന്ത, അല്ലെ ആ ഒരു സീൻ അങ്ങ് പതിഞ്ഞിട്ട് ഈ ഒരു സീനാണ് അവരുടെ ജീവിതകാലം മുഴുവൻ അവരെ കർത്താവിൽ ആശ്രയിക്കുവാനും കനാനിലെത്തിക്കുവാനും അവരെ സഹായിച്ചത്. അപ്പോൾ ഇത് രണ്ടാം ഭാഗം മാത്രമാണ്, രണ്ടാമത്തെ അത്ഭുതം മാത്രമാണ് അവരുടെ മനസ്സിൽ പതിയുന്ന രണ്ടാമത്തെ ഒരു സീനാണ്. ആദ്യത്തെ സീൻ, ചെങ്കടൽ രണ്ടായിട്ട് വിഭജിക്കുന്നു, ഇവരിതിലൂടെ കടന്നു പോകുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ടാമത് അവർ കാണുന്നത്, ഇവരെ പിന്തുടർന്ന ശത്രുവിൻ്റെ ചക്രങ്ങളെയെല്ലാം ദൈവം നശിപ്പിക്കുന്നു. അപ്പോൾ ആ ഒരു സീനാണ് ഈ കുഞ്ഞു മനസ്സുകളിൽ, അല്ലെ ഈ കുഞ്ഞു പിള്ളേരുടെ മനസ്സുകളിലെല്ലാം പതിഞ്ഞിരിക്കുന്നത്. ആ കൂട്ടത്തിൽ പെടുന്നതാണ് ജോഷുവായും. ഇങ്ങനെ കാണുമ്പോൾ അവരുടെ ഉള്ളിലുള്ളത്, ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ എത്ര വലിയതാണെന്ന് ഒരു പ്രാവശ്യം കൂടെ അവർ കാണുകയാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മളിങ്ങനെ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? പക്ഷെ അതിനെ ഒന്നങ്ങോട്ട് ഗ്രഹിക്കുവാൻ തിരിഞ്ഞിരുന്ന് നമ്മൾ എത്ര പേര് നമ്മളൊന്ന് ആലോചിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവം ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങൾ ഞാൻ തിരിഞ്ഞ് ചിന്തിക്കാറുണ്ട്. അതങ്ങനെ ആയിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ അനുഭവിച്ചല്ലോ, പക്ഷെ ദൈവം ഇങ്ങനെ ചെയ്തല്ലോ, ആരെയൊക്കെ ദൈവം ഒരുക്കി, അല്ലെ ഏതൊക്കെ സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങൾ തന്നെ ഒന്ന് ഇരുന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ മനസ്സിലാക്കാൻ കഴിയും, ദൈവം എത്ര അതിശയകരമായിട്ടാണ് നമ്മളെ വിടുവിക്കുന്നത്, അല്ലെ ദൈവത്തിൻ്റെ വഴികളെ നമുക്കൊന്ന് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. പക്ഷെ അതിൻ്റെ ആഴം, ആ ദൈവസ്നേഹം ഒന്നുകൂടെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് രുചിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ ജോഷുവയും കൂട്ടരും എല്ലാം ഈ ചെങ്കടലിൽ കടന്ന് അവർ എത്തുകയാണ്. മിസ്രൈമ്യ സൈന്യത്തെ ദൈവം ചെങ്കടലിൽ തള്ളുമാറാക്കി അവരെ നശിപ്പിച്ചു, അവരെല്ലാം കൊല്ലപ്പെട്ടു. ഇനിയും അവർ വരുന്നത് മരുഭൂമിയിലാണ്. മരുഭൂമിയിൽ വരുമ്പോൾ അവരുടെ മാതാപിതാക്കന്മാർ, അല്ലെ അവരുടെ പിതാക്കന്മാർ, അവരുടെ പേരൻസ് എല്ലാം വീണ്ടും മത്സരിക്കുകയാണ്. വീണ്ടും അവർ മോശയുടെ മുൻപിൽ മത്സരിക്കുകയാണ്, ഞങ്ങൾ എന്തു ചെയ്യും ഇനി, ഞങ്ങൾക്ക് കഴിക്കുവാനില്ല, കുടിക്കുവാനില്ല. വീണ്ടും അവരുടെ ആവലാതികൾ, അവരുടെ പ്രയാസങ്ങൾ അവർ പറയുകയാണ്. ആരോട്? മോശയോട് പിറുപിറുക്കുകയാണ്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്കൊന്നും ഇതൊന്നും മനസ്സിലില്ല കേട്ടോ. ഈ കുഞ്ഞുങ്ങളെല്ലാം നമുക്കറിയാമല്ലോ, നമ്മുടെ പിള്ളേർക്ക് അവരേത് സാഹചര്യത്തിലും സന്തോഷിക്കുന്നത്, അവർക്ക് കിട്ടുന്ന ചെറിയ അവസരങ്ങൾ അവർ കളിക്കുവാനും എൻജോയ് ചെയ്യുവാനും ഒക്കെ അവർ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളാണ് അല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ ദൈവം അവർക്ക് ഭക്ഷണവും വെള്ളവും അതാത് സമയത്തെല്ലാം കൊടുക്കുന്നു. അടുത്ത അത്ഭുതം അവരുടെ മുന്നിൽ വെളിപ്പെടുന്നത് എന്താണ്? പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും. അപ്പോൾ അവർ നോക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു മേഘം, രാത്രിയിൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ അഗ്നിസ്തംഭം. ഇതൊക്കെ അവരുടെ മാതാപിതാക്കന്മാർ കാണുന്നുണ്ടെങ്കിലും പക്ഷെ അവരുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ അത് ദൈവം ചെയ്യുന്ന വലിയ പ്രവൃത്തിയാണ് വീണ്ടും അവരുടെ ഉള്ളിൽ പതിയുന്നത്. കർത്താവ് ചെയ്യുന്ന വഴികളല്ലേ. നമ്മൾ ചിന്തിക്കുമോ അത് എത്ര നല്ലതായ എക്സ്പീരിയൻസ്. തലയ്ക്ക് മുകളിൽ മേഘം, പകല് മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ്. കർത്താവ് എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് ഇസ്രായേൽ മക്കളെ നടത്തുന്നത്. ശ്രേഷ്ഠകരമായിട്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും പറയും നമ്മളങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. പക്ഷെ അല്ല, നമ്മൾ അന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ അതിലും ശ്രേഷ്ഠകരമായ അനുഭവത്തിലാണ്, അതിലും ശ്രേഷ്ഠകരമായ ഒരു പൊസിഷനിലാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്.
പഴയ നിയമത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, പഴയ നിയമം ഒരു നിഴൽ മാത്രമാണ്, അതിൻ്റെ പൊരുളിലാണ് നമ്മൾ ജീവിക്കുന്നത്. പഴയ നിയമത്തിലുള്ള ഭക്തന്മാർക്ക് ഈ പുതിയതിൻ്റെ അല്ലെ ഈ പൊരുൾ അനുഭവിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അവർ നിഴൽ മാത്രമാണ് അവർ കണ്ടത്. പുതിയ നിയമത്തിൽ ഈ മേഘം നമ്മുടെ തലയ്ക്ക് മുകളിലല്ല, നമ്മുടെ ഉള്ളിലാണുള്ളത്. ഈ മേഘമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇരിക്കുന്നതിലും ഭേദമല്ല ഈ മേഘം എൻ്റെ ഉള്ളിലാണ് ഈ മേഘമുള്ളത്. എൻ്റെ ഉള്ളിലാണ് ഈ പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. ഞാനാകുന്ന മന്ദിരം, എൻ്റെ ശരീരമാകുന്ന മന്ദിരം, ഇതിലാണ് കർത്താവ് വസിക്കുന്നത്. കർത്താവ് എൻ്റെ തലയ്ക്ക് മുകളിലല്ല, എൻ്റെ അകത്താണ്, എന്നിലാണ് കർത്താവ് വസിക്കുന്നത്. അപ്പോൾ ഈ മേഘം അവർ അടുത്ത അത്ഭുതമായിട്ട് കാണുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവർ നോക്കുമ്പം ഒരു ജോഷുവ ഓടി വന്ന് അകത്ത് വന്ന് പറയുകയാണ്, അമ്മേ നോക്കിയേ, പുറത്ത് മഴ പെയ്യുന്നു. ആണോ, മഴ പെയ്യുന്നു? അപ്പോൾ പുറത്തു വന്ന് നോക്കുമ്പോൾ ഇത് മഴയല്ലല്ലോ പെയ്യുന്നത്, എന്താ പെയ്യുന്നേ? മന്ന പെയ്യുകയാണ്. അപ്പോൾ ദൈവമായ കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ആകാശത്തുനിന്ന് മന്ന വർഷിപ്പിക്കുന്ന. പുറപ്പാട് പുസ്തകം അതിൻ്റെ 16-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവമായ കർത്താവ് മോശയോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ആകാശത്തുനിന്ന് മന്ന വർഷിപ്പിക്കുമെന്ന്. അപ്പോൾ അടുത്ത അത്ഭുതം ഈ ജോഷുവയുടെ തലമുറ അല്ലെ ജോഷുവെ പോലുള്ള കുഞ്ഞുങ്ങൾ കാണുന്ന, ആകാശത്തു നിന്ന് ബ്രെഡോ, ആകാശത്തു നിന്ന് മന്നയോ, ആഹാരമോ, അങ്ങനൊരു സംഭവമേ അവർ കണ്ടിട്ടില്ല. അവർക്കത് വലിയ അത്ഭുതമാണ്. ഈ അത്ഭുതം തന്നെ അവരുടെ മാതാപിതാക്കളും കാണുന്നുണ്ടെങ്കിലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ രണ്ട് കൂട്ടരും, ഈ ജോഷുവയുടെ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളും കാണുന്ന ഒരു അത്ഭുതത്തെ രണ്ട് രീതിയിലാണ്, അല്ലെ രണ്ട് കാഴ്ചപ്പാടിലാണ് രണ്ടുപേരും കാണുന്നത്. ആ കാഴ്ചപ്പാടാണ് ഒരു കൂട്ടരെ മരുഭൂമിയിൽ തള്ളുമാറാക്കിയതും ഒരു കൂട്ടരെ കനാനിൽ എത്തിച്ചതും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങളും ഓരോ പ്രവൃത്തികളും നമ്മളെ ഓരോരുത്തരും എങ്ങനെ അത് ഏറ്റെടുക്കുന്നു, അല്ലെ ദൈവം നമ്മളോട് പറയുന്ന പ്രോമിസുകൾ, വാഴ്ത്തത്വത്തെ നമ്മൾ എങ്ങനെ ഏറ്റെടുക്കുന്നു, അതുപോലെ ഇരിക്കും നമ്മുടെ വാഴ്ത്തത്വങ്ങളും അനുഗ്രഹങ്ങളും. അതുപോലെ ഇരിക്കും, നമ്മൾ ഏറ്റെടുക്കുന്ന പോലെ ഇരിക്കും നമ്മളത് പ്രാപിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ തീരുമാനവും നമ്മുടെ കാഴ്ചപ്പാടും പോലെ ഇരിക്കും. അപ്പോൾ ഇവിടെ ജോഷുവയുടെ തലമുറ കാണുകയാണ്, ആകാശത്തുനിന്ന് മന്ന പെയ്യുകയാണ്. ഈ മന്നയാണ് അവർ ദിവസവും ഭക്ഷിക്കുന്നത്. കർത്താവ് അവർക്ക് മന്ന കൊടുത്തു, ഇറച്ചി കൊടുത്തു, ഇതെല്ലാം കൊടുത്തിട്ടും ഇസ്രായേൽ ജനം പെറുവിർത്തു അല്ലേ. അവർ മനസ്സുകൊണ്ട് മിസ്രൈമിലേക്ക് കടന്നുപോയി, മനസ്സുകൊണ്ട് അവരുടെ പഴയ ജീവിതത്തിലേക്ക്. മിസ്രൈം എന്ന് പറയുന്നത് എന്താ? പഴയ ജീവിതമാണ്. മിസ്രൈം എന്ന് പറയുന്നത് നമ്മുടെ ജഡമാണ്, പഴയ ജഡമാണ്, പഴയ ജീവിതമാണ്. അതിലേക്ക് അവർ തിരിച്ചുപോയി. ആ തിരിച്ചു പോയത് കൊണ്ടാണ് അവർക്ക് കർത്താവിൻ്റെ വാഴ്ത്തത്തിലേക്ക്, ദൈവം അവർക്ക് വെച്ചിരുന്ന അവകാശത്തിലേക്ക് കടക്കുവാൻ സാധിക്കാതിരുന്നത്. നമ്മളെ ഓരോരുത്തരും ഇന്ന് ദൈവം, എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഇന്ന് മനസ്സിലാക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് നമ്മളെ മിസ്രൈമിൽ നിറക്കിയതാണ്. വലിയ അത്ഭുതങ്ങളിലൂടെ, അതിശയത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികൾ, ആ പ്രവൃത്തിയിലൂടെയാണ് നമ്മളെ ദൈവം മിസ്രൈമിൽ നിറക്കിയത്. പഴയ ജീവിതത്തിൽ നിന്ന്, നമ്മൾ നിന്നിരുന്ന അന്ധകാരത്തിൻ്റെ ലോകത്തു നിന്ന്, പാപത്തിൻ്റെ ലോകത്ത്, നമ്മൾക്ക് എല്ലാവർക്കും ഓരോ സാക്ഷ്യങ്ങളിലുണ്ടല്ലേ. ഓരോ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ച് അത്ഭുതകരമായിട്ടാണ് അവൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആക്കിയിരിക്കുന്നത്. നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താ? നിത്യത എന്ന വാഴ്ത്തത്വത്തിലേക്ക് നമ്മളെ ദൈവം എത്തിക്കുന്നു. പക്ഷെ അതിലേക്ക് നമ്മൾ ഇനി എത്തണമെങ്കിൽ ഒരിക്കലും നമ്മുടെ പഴയ ജീവിതത്തിലേക്ക്, അല്ലെ ആ മിസ്രൈമിൻ്റെ അനുഭവത്തിലേക്ക് ഹൃദയം കൊണ്ടുപോലും നമുക്ക് പോകാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ അത് പാപമാണ്, അത് പാപത്തിൻ്റെ സ്വഭാവമാണ്, അല്ലെ ശത്രു കൊണ്ടുവരുന്ന ആ ഒരു ചിന്തയാണ്. നമുക്ക് പാസ്റ്റ് ഇല്ല, നമ്മുടെ പാസ്റ്റ് കഴിഞ്ഞുപോയി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി. അങ്ങനെ സാത്താൻ വന്ന് നിങ്ങളോട് നിങ്ങളുടെ പഴയ കാര്യങ്ങൾ, അല്ലെ പഴയ നിങ്ങളുടെ പാസ്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ പറയണം, സാത്താനെ, എനിക്ക് പാസ്റ്റ് ഇല്ല, എൻ്റെ പാസ്റ്റ് എല്ലാം കഴിഞ്ഞു, കാരണം ഞാൻ ക്രിസ്തുവിലാണ്. എൻ്റെ പാസ്റ്റ് എല്ലാം കർത്താവ് മായ്ച്ചു കളഞ്ഞു. എനിക്ക് നിത്യത മാത്രമേ ഉള്ളൂ. എനിക്ക് പാസ്റ്റ് ഇല്ല, എനിക്ക് നിത്യത മാത്രമേ ഉള്ളൂ. സാത്താനോട് പറയണം, നിനക്കൊരു ഫ്യൂച്ചറുണ്ട്. അവൻ്റെ ഫ്യൂച്ചർ എന്താണ്? നിത്യ അഗ്നി. അവൻ്റെ ഫ്യൂച്ചർ നിത്യ അഗ്നിയാണെന്ന് അവനെ നിങ്ങൾ ഓർമ്മപ്പെടുത്തണം. ശത്രു പലപ്പോഴും ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ അവനോട് അവൻ്റെ ഫ്യൂച്ചർ ഒന്ന് ഓർപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ശത്രു അവിടെ നിന്ന് ഓടിപ്പോകും. അടുത്തതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്, അടുത്ത അത്ഭുതം ആ ജോഷുവയുടെ തലമുറ കാണുന്നത്, അവരുടെയൊക്കെ ഉടുപ്പുകൾ, അല്ലേ അവർ ധരിച്ചിരുന്ന വസ്ത്രവും അവരുടെ ചെരുപ്പും. ദൈവവചനം എന്താ പറയുന്നത്? അവരുടെ വസ്ത്രം ജീർണിച്ചില്ല, അവരുടെ കാല് വിങ്ങിയതുമില്ല. അതായത് അവരിട്ടിരുന്ന വസ്ത്രം, അവിടെയൊക്കെ മരുഭൂമിയിലൊന്നും കടകളൊന്നും ഇല്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നോ? മരുഭൂമിയിൽ കടകളില്ലായിരുന്നു. അവരുടെ വസ്ത്രം ഒന്നും പഴകിയില്ല, കീറിപ്പോയതില്ല. ഈ 40 വർഷവും അവരിട്ടിരുന്ന വസ്ത്രം ഒന്ന് ആലോചിച്ച് നോക്കി. 5 വയസ്സിലിറങ്ങിയ 5-ാം വയസ്സിലിറങ്ങിയ ജോഷുവ
20-ാം വയസ്സിൽ അല്ലെ 19-ാം വയസ്സിൽ അവനൊരു യുദ്ധവീരനായി തീർന്നപ്പോൾ അന്നും അവൻ്റെ വസ്ത്രം കർത്താവ് അതുപോലെ വലുതാക്കി തീർത്തു. അവരിട്ടിരുന്ന ചെരുപ്പുകൾ അതുപോലെ വലുതായി. ആ ദൈവപ്രവൃത്തി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളൊരു കാര്യം ഓർക്കണമേ, മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇസ്രായേൽ ജനം സമ്പന്നന്മാരായിട്ടാണ് ഇറങ്ങിയത്. ഒരുപാട് മിസ്രൈമ്യരെ ശരിക്കും പറഞ്ഞാൽ കൊള്ളയടിച്ചിട്ടാണ് അവർ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയത്. സ്വർണവും അവർക്ക് ഒരുപാട് വിലയേറിയ വസ്തുക്കളും കല്ലുകളും ഒക്കെ കൊടുത്താണ് മിസ്രൈമ്യ ജനം ഇസ്രായേലിനെ അവരുടെ രാജ്യത്ത് നിന്ന് പുറത്തിറക്കി വിട്ടത്. അവരെ ഭയന്നാണ് അവരെ പുറത്താക്കി വിട്ടത്. ഇത്രയൊക്കെ സമ്പത്ത് അവരുടെ കയ്യിലുണ്ട്. പക്ഷെ അവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ട്? അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിക്കണമേ, ഇത്രയും വിലയേറിയ സാധനങ്ങൾ അവരുടെ കയ്യിൽ കർത്താവ് എന്തിനാണ് കൊടുത്തത്? അവർക്ക് കഴിക്കാനൊന്നും മേടിക്കണ്ട, കുടിക്കാൻ പൈസ കൊടുക്കണ്ട, അവർക്ക് ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ ഒന്നിനും പൈസ കൊടുക്കണ്ട. പിന്നെ എന്തിനാ കർത്താവ് ഇതൊക്കെ അവർക്ക് കൊടുത്തത്? എന്തിനാ മിസ്രൈമ്യരെ അവരെ കൊള്ളയടിച്ചിട്ട് അവർ മരുഭൂമിയിൽ 40 വർഷം നടന്നു? കാരണം ഇതൊക്കെ ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന് വേണ്ടി ഒരു പെട്ടകം പണിയുവാൻ, അല്ലെ സമാഗമന കൂടാരം പണിയുവാൻ ദൈവമായ കർത്താവ് അവരുടെ കരങ്ങളെ നിറച്ചു. നമുക്കും ദൈവം തരുന്ന നന്മകളുണ്ടല്ലോ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നന്മകളൊക്കെയും നമുക്ക് അനുഭവിക്കാൻ മാത്രമല്ല, ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പണിക്ക് വേണ്ടി കൊടുക്കുവാനുള്ളതാണ്. കർത്താവ് സമാഗമന കൂടാരത്തിൻ്റെ പണി നടക്കുമ്പോൾ മോശയോട് കൽപ്പന കൊടുക്കുമ്പോൾ, എൻ്റെ ജനം മനസ്സുള്ളവൻ, അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, മനസ്സുള്ളവൻ, അവനവൻ്റെ മനസ്സുള്ളവൻ മാത്രം വന്ന് തരുന്ന സാധനങ്ങൾ നീ മേടിക്കണമെന്നാണ് മോശയോട് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ആരാണ് കൊടുത്തത്? ഈ വിലയേറിയ നൂലും അവരുടെ കയ്യിലുള്ള വിലയേറിയ സ്വർണവും വെള്ളിയും പൊന്നും ഒക്കെ കൊടുത്തത് ദൈവത്തിൻ്റെ ആലയത്തിന് പണി തീർക്കുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ കയ്യിൽ കൊടുത്തത്. അപ്പം നമ്മുടെയൊക്കെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന സമ്പത്ത് ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കണം. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കണം. കാരണം കർത്താവ് അതിനാണ് നമ്മളെ വിളിച്ചു വേർതിരിക്കുന്നത്. നമുക്കുള്ളതൊക്കെ ദൈവം തരും കേട്ടോ. നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ പൈസ അല്ലെങ്കിൽ സാമ്പത്തിക നന്മകൾ നമുക്ക് ആവശ്യമാണ്. നമ്മൾ ആരുടെയും മുൻപിൽ കൈ നീട്ടാതെ, ആരുടെയും മുൻപിൽ കർത്താവ് നമ്മളെ ലജ്ജിപ്പിക്കാതെ ഓരോ ദിവസവും നിലനിർത്തേണ്ട നമുക്ക് അതിനായിട്ട് സാമ്പത്തിക വഴികൾ ആവശ്യമാണ്. പക്ഷേ ദൈവം തരുന്ന നന്മകൾ അത് ദൈവത്തിനുള്ളതാണ്. ആദ്യമേ അത് ദൈവത്തിനുള്ളതാണ്, ദൈവരാജ്യത്തിന് വേണ്ടിയുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ കൊടുക്കുമ്പോൾ ദൈവം അത് വേറെ വഴിയായി നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ തന്നെ എത്തിച്ചേരും. നിങ്ങളതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. അതെന്നെ പിന്തുടരുമെന്നാണ്, ഞാനതിനെ പിന്തുടരുമെന്നല്ല. അപ്പോൾ അത് നമ്മളെ തന്നെ പിന്തുടരും. ആ വഴികളിലൂടെ ദൈവവചനം പറയുന്ന പോലെ ദൈവസന്നിധിയിൽ നിങ്ങളുടെ സമ്പത്തിനെയും നിങ്ങളുടെ നന്മകളെയും നിങ്ങൾ ഏൽപ്പിച്ചാൽ കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ നിറയ്ക്കും. അപ്പോൾ അടുത്ത അത്ഭുതം അവർ കാണുന്നത്, ഞാൻ പറഞ്ഞ പോലെ അവരുടെ വസ്ത്രങ്ങളും അവരുടെ ഷൂസും ഒക്കെ ഒന്നും നശിച്ചു പോയില്ല. അത് കർത്താവ് അതേപോലെ തന്നെ അവരുടെ പ്രായത്തിനനുസരിച്ച് തന്നെ ദൈവം അത് വർദ്ധിപ്പിച്ചു. ദൈവം അതേപോലെ അത് വലുതാക്കി കൊടുത്തു. എത്ര അത്ഭുതമാണല്ലേ. അടുത്ത അവരെന്താണ് കണ്ടത്? ജോഷുവ ഇതുവരെ ഒന്നും രംഗത്ത് വന്നിട്ടില്ല കേട്ടോ. ഇത്രയൊക്കെ ആയിട്ടും ജോഷുവ എന്നുള്ളൊരു വ്യക്തി അവിടെ പുറത്ത് വന്നിട്ടില്ല. പക്ഷെ പുറപ്പാട് പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ, പുറപ്പാട് പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലാണ് ആദ്യമായിട്ട് ജോഷുവ എന്നൊരു പറയുന്നൊരു വ്യക്തി കർത്താവിൻ്റെ വചനം അവിടെ വെളിപ്പെടുത്തുന്നത്. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? അപ്പോൾ മോശ യോശുവയോട്, ഇതുവരെയായിട്ട് യോശുവിനെക്കുറിച്ചൊരു വിവരമോ യോശുവിനെക്കുറിച്ച് യാതൊരു വാക്കോ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പക്ഷെ ഇവിടെയാണ് നമ്മൾ യോശുവിനെ കാണുന്നത്. അവിടെ എന്താ പറയുന്നത്? മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചും കൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി അവിടെ യോശുവ എന്തായി കഴിഞ്ഞു? യോശുവ അവിടെ ഒരു യുദ്ധവീരനായി കഴിഞ്ഞു. അവൻ യോദ്ധാവായി മാറി. അപ്പം 5-ാം വയസ്സിൽ ഒരു കൂടിപ്പോയ ഒരു 6-ാം വയസ്സിൽ മിസ്രൈമിൽ നിന്നിറങ്ങിയ ഒരു കുഞ്ഞു പൈതൽ മരുഭൂമിയിൽ ഇത്രയും വർഷം അവനെക്കുറിച്ചുള്ളൊരു വിവരണവും ദൈവാത്മാവ് തരുന്നില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ മേ ബി അവനൊരു 18, 19 അല്ലെ 20 വയസ്സായിക്കോട്ടെ, ഇത്രയും പ്രായമായി കാണത്തുള്ളൂ ഈ ഒരു ഭാഗം വരുമ്പോൾ. ഇവിടെ വരുമ്പോൾ ദൈവം മോശയോട് കൽപ്പിച്ചിട്ട് മോശ യോശുവയോട് പറയുകയാണ്, നീ ആളെ തിരഞ്ഞെടുത്ത് യുദ്ധത്തിന് വേണ്ടി പോകണം അമാലേക്കിനോട്. വെറുതെ ഒരു വ്യക്തിയോട് പറയാൻ പറ്റത്തില്ലല്ലോ യുദ്ധത്തിന് പോകാൻ. അപ്പോൾ യോശുവ അത്രയ്ക്കും യുദ്ധവീരനായി തീർന്നു. മരുഭൂമിയിൽ ദൈവം അവനെ അഭ്യസിപ്പിച്ചു. ശത്രുവിനോട് യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണെന്നും ശത്രുവിനെ എങ്ങനെ ജയിക്കണമെന്നും കർത്താവ് അവനെ അഭ്യസിപ്പിച്ചു. അവൻ പഠിച്ചു. പക്ഷെ അതിൻ്റെ പിറകിലും ഒരു ചരിത്രമുണ്ട്. എങ്ങനെയാണ് അവനെ കർത്താവ് തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ട് ആ ജോഷുവയോട് മാത്രം ദൈവം കൽപ്പിച്ചത്?
യുദ്ധം ചെയ്യുവാൻ, അല്ലെ? യോശുവയെ മാത്രം എന്താണ് ദൈവം തിരഞ്ഞെടുത്തത്? അതിൻ്റെ പിറകിലും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് യോശുവയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് യുദ്ധത്തിന് വേണ്ടി. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് യോശുവ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കാം, മോശ ദൈവത്തിൻ്റെ കൽപ്പന പ്രാപിക്കാൻ വേണ്ടി സീനായി പർവ്വതത്തിൽ കയറിപ്പോയി. പക്ഷേ കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, കൂടെ യോശുവ ഉണ്ടായിരുന്നു. യോശുവ എന്ന് പറയുന്ന ബാലൻ മോശയെ കാത്ത് താഴെയല്ല നിന്നിരുന്നത്, പർവ്വതത്തിൻ്റെ പകുതി വഴി മുകളിലും പകുതി വഴി താഴെയായിട്ട് മോശയെ കാത്ത് ഒരു ബാലൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. എത്ര ദിവസമാണ് മോശ പർവ്വതത്തിൻ്റെ മുകളിലിരുന്ന്? 40 രാവും 40 പകലും. ഒന്ന് ആലോചിച്ച് ചോദിക്കുക. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, 40 ദിവസമൊക്കെ ഒരു വ്യക്തിയെ കാത്ത് പർവ്വതത്തിൻ്റെ നടുഭാഗത്ത് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത്, അവിടെ വചനം പറയുന്ന അവൻ അവിടെ തന്നെയായിരുന്നു, 40 ദിവസവും അവൻ കാത്തിരുന്നു. പക്ഷെ താഴെ നിന്നിരുന്ന അഹറോനും ജനവും പറഞ്ഞു, മോശയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, മോശയല്ലേ മരിച്ചുപോയി, നമ്മളെ നയിക്കാൻ ഒരു ദൈവം ആവശ്യമാണ്, അതുകൊണ്ട് നമുക്ക് കാളക്കുട്ടിയെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞും അഹറോൻ്റെ നേതൃത്വത്തിൽ ദൈവത്തിൻ്റെ ജനം അവിടെ പാപം ചെയ്തപ്പോൾ പർവ്വതത്തിലൊരു വ്യക്തി, ഒരു ബാലൻ മോശയെ കാത്തിരിക്കുകയാണ്. അത്രമാത്രം വിശ്വസ്തനായിരുന്നു അവന് മോശയോട് മാത്രമല്ല വിശ്വസ്തത, ആ വിശ്വസ്തത ദൈവത്തോടുള്ള വിശ്വസ്തതയും കൂടാണ് അവിടെ തെളിയിക്കുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നെ ആരും കാണണ്ട ദൈവപൈതലേ. നീ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നീ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുവാണെങ്കിൽ, നിന്നെ മാനിക്കുവാൻ ഒരു വ്യക്തിയുടെ ആവശ്യമോ റെക്കമെൻഡേഷനോ ഇല്ല. നിന്നെ ദൈവം ഉയർത്തും. ദൈവമാണ് നിന്നെ മാനിക്കുക. നിനക്ക് ആരും ഓപ്പർച്യൂണിറ്റീസ് തരണ്ട, തന്നെ ഓപ്പർച്യൂണിറ്റീസ് നിന്നെ തേടി വരും. അതുകൊണ്ട് നീ ദൈവസന്നിധിയിൽ വിശ്വസ്തനാണെങ്കിൽ ആരുടെ മുൻപിലും നീ കൈനീട്ടേണ്ട ആവശ്യമില്ല. ദൈവമായ കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു നാളുണ്ട്, ഒരു ദിവസമുണ്ട്. അതുപോലാണ് യോശുവയെക്കുറിച്ച് നമ്മളിവിടെ കാണുന്നത്. അപ്പം ഇത്രയും ദിവസവും യോശുവ ക്ഷമയോടെ മോശയ്ക്ക് വേണ്ടി വിശ്വസ്തയോടെ ആ പർവ്വതത്തിൻ്റെ നടുക്ക് കാത്തിരുന്നു. അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പുറപ്പാട് ദിവസവും തന്നെ അതിന് 33-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ വീണ്ടും മോശയുടെ ഒരു ഗുണം കാണുന്നുണ്ട്. പുറപ്പാട് 33-ന്റെ 11-ാം വാക്യം. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവൻ്റെ ശുശ്രൂഷക്കാരനായ നൂൻ്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. അപ്പോൾ ഇവിടെ ഒരു വ്യക്തി, അല്ലെ മോശ, ദൈവത്തോട് സംസാരിക്കുകയാണ്. ഒരു അഭിമുഖമായി ദൈവത്തോട് സംസാരിച്ച ഒരു വ്യക്തിയാണ് മോശ. ശരിക്കും മോശ ഇത്രയോ വലിയ ദൈവത്തോട് സംസാരിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് മോശ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയെന്ന് അവിടെ എഴുതിയേക്കുന്ന. അവൻ തിരിച്ചുപോയി, ദൈവത്തോട് സംസാരിച്ചിട്ട് അവൻ തിരിച്ചുപോയി. പക്ഷേ ഒരു ബാലൻ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു ബാലൻ അവിടെ എഴുതിയേക്കുന്ന കൂടാരത്തെ വിട്ടു പിരിയാതിരുന്നു. ശരിക്കും കൂടാരം എന്ന് പറഞ്ഞാൽ ഈ യോശുവയുടെ അപ്പാർട്ട്മെൻറ്റ് എന്തായിരുന്നു? ദൈവത്തിൻ്റെ ടെബർനാക്കിളായിരുന്നു. യോശുവേസ് അപ്പാർട്ട്മെൻറ്റ് വാസ് ഗോഡ്സ് ടെബർനാക്കിൾ. അതായത് യോശുവ താമസിച്ചിരുന്നത് ദൈവത്തിൻ്റെ ആലയത്തിലാണ്. അവൻ ആലയത്തെ സ്നേഹിച്ചവനായിരുന്നു, ആലയത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ശരിക്കും ഞാൻ ചിന്തിക്കാറുണ്ട്, മോശയൊക്കെ ദൈവത്തോട് ഇത്ര അഭിമുഖമായിട്ട് സംസാരിച്ചിട്ട് മോശയുടെ കാര്യം നോക്കാൻ മോശ ഭവനത്തിലേക്ക് തിരിച്ചുപോയി. മോശയ്ക്ക് ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അതൊക്കെ നോക്കാൻ വേണ്ടി മോശ തിരിച്ചുപോയി. പക്ഷെ എന്നാലും ഇതൊന്നും കാര്യമാക്കാതെ, ആരും കൂടെയില്ല എന്ന് ഒന്നും വകവെക്കാതെ ദൈവത്തിൻ്റെ ആലയത്തെ വിട്ടുപിരിയാതെ നിന്ന ഒരു യോശുവയോടുണ്ട്. ഇതൊക്കെ കാണുന്ന ഒരു ദൈവമുണ്ടായിരുന്നു. അപ്പോൾ വ്യക്തമായ വചനം അവിടെ ഇങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. അപ്പോൾ യോശുവയെ ദൈവം തിരഞ്ഞെടുക്കാൻ കാരണം തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ ആലയത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു യോശുവയെ ദൈവം കണ്ടു. ദൈവം അന്നേ തീരുമാനിച്ചു, ഈ യോശുവ എനിക്ക് വേണം. എൻ്റെ ജനത്തെ കനാനിലെത്തിക്കുവാൻ ദൈവം അന്നേ കണ്ടിരുന്നു യോശുവേനെ. കാരണം നിങ്ങളും ആലയത്തെ സ്നേഹിക്കുന്നവരാണോ? ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നവരാണോ? ആരും കൂടെ ഇല്ലെങ്കിലും നിങ്ങളുടെ ഏകാന്തതയിൽ നിങ്ങൾ ദൈവത്തോടു കൂടെ നിൽക്കുന്നവരാണെങ്കിൽ ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കും. ദൈവം നിങ്ങളുടെ പേര് മാറ്റും. അത് യോശുവയുടെ പേരും ദൈവം മാറ്റി കേട്ടോ. ഈ യോശുവയുടെ പേരും ദൈവം മാറ്റി. ഹോഷിയ എന്നായിരുന്നു യോശുവയുടെ പേര്. യോശുവയുടെ പേര് യോശുവ എന്നല്ലായിരുന്നു, ഹോഷിയ എന്നായിരുന്നു. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ അതിൻ്റെ റെഫറൻസ് ഞാൻ പറയാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിലുണ്ട്. യോശുവയുടെ പേര് ആദ്യം ഹോഷിയ എന്നായിരുന്നു. ഹോഷിയ എന്ന് വെച്ചാൽ സേവ്ഡ് ബൈ ഗോഡ്. യോശുവയുടെ പുസ്തകത്തിലല്ല, നമ്പേഴ്സ് സംഖ്യാപുസ്തകം അതിൻ്റെ 13-ന്റെ 16-ാം വാക്യത്തിലുണ്ട് ഹോഷിയ എന്ന് പറയുന്ന സേവ്ഡ്, അതിലെ ദൈവത്താൽ രക്ഷിക്കപ്പെട്ടവൻ. പക്ഷേ അതിൽ നിന്ന് അവൻ്റെ പേര് മാറ്റി യോശുവ എന്നാക്കി. യാഹ് എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾക്ക് ഒരുപാട് അവരുടെ ദൈവത്തിൻ്റെ പേരാണ്.
അത് വാ കൊണ്ട് പോലും ഉച്ചരിക്കാൻ അവർക്ക് പാടില്ലാത്തതാണ് യാഹ് എന്ന് പറയുന്നത്. ദൈവമായ യഹോവയുടെ പേരാണ് അത്. പക്ഷേ ദൈവത്തിൻ്റെ പേരിനെ ആദ്യമായിട്ടൊരു മനുഷ്യനോട് അല്ലെ ഒരു വ്യക്തിയോട് ചേർത്ത ഒരു പേരെന്ന് പറയുന്നത് യോശുവയുടെ പേര് മാത്രമാണ്. അപ്പം ഹോശയുടെ പേരിന് ഫ്രണ്ടിൽ യാഹ് എന്നാക്കി, യോശുവ എന്നാക്കിയപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സേവ്ഡ് ബൈ ഗോഡ്, അതായത് ദൈവത്താൽ വിടുവിക്കപ്പെട്ടവൻ. ഇതിൻ്റെ വേറൊരു അർത്ഥം പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ പേരിനോട് സാമ്യമുള്ള പേരാണ് യോശുവയുടെ പേര്. യേശുക്രിസ്തുവിൻ്റെ പേരിനോട് സാമ്യമുള്ള ഏക പേര് പഴയ നിയമത്തിൽ യോശുവയുടെ പേരാണ്. ഈ യോശുവയെ ദൈവത്തിൻ്റെ ജനത്തെ വിടുവിക്കുവാൻ അല്ലെ രക്ഷയിലേക്ക് കൂടെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആക്കി മാറ്റി യോശുവേനെ. അപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തെ വിട്ടുപിരിയാതെ നിന്നവൻ്റെ പേര് വരെ ദൈവമായ കർത്താവ് മാറ്റി. നമ്മുടെയൊക്കെ പേര് മാറ്റി, ഒത്തിരി പേരുടെ പേര് ദൈവം മാറ്റിയിട്ടുണ്ടല്ലേ. യാക്കോബിൻ്റെ പേര് മാറ്റി ഇസ്രായേലാക്കി, അബ്രാമിൻ്റെ പേര് മാറ്റി അബ്രഹാം എന്നാക്കി, അങ്ങനെ ഒരുപാട് പേരുടെ പേര് മാറ്റിയിട്ടുണ്ട്. പക്ഷേ യോശുവയുടെ പേര് മാറ്റിയത് ഒരു വലിയ ദൈവപ്രവൃത്തിയാണ്. യോശുവയുടെ പേര് ദൈവത്തിൻ്റെ പേരിനോടൊപ്പമാണ് ദൈവമാക്കിയത്. ദൈവത്തിൻ്റെ പേരിനോടൊപ്പം യോശുവയുടെ പേര് ചേർത്ത് യോശുവാഹ് എന്നാക്കി. അതായത് യേശുവിൻ്റെ സെയിം പേരാക്കി ജോഷുവയുടെ പേര്. കർത്താവ് പേര് മാറ്റിയപ്പോൾ അവൻ്റെ വ്യക്തിത്വം മാറി. അവൻ ആള് മാറിയവനെ പോലെ കർത്താവിൻ്റെ ജനത്തിൻ്റെ നായകനായി, അല്ലെ അവരെ ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്തെത്തിക്കുന്ന വാഗ്ദത്ത ദേശത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത, ദൈവം പ്രാപ്തനാക്കി മാറ്റിയ, കർത്താവ് ഒരുക്കിയെടുത്ത ഒരു വ്യക്തിയായി മാറി യോശുവ. അപ്പോൾ യോശുവയുടെ ഒക്കെ ക്വാളിറ്റീസ് നിങ്ങൾ കണ്ടല്ലോ. എന്തുകൊണ്ടാണ് ദൈവം യോശുവയെ തിരഞ്ഞെടുത്തത്? നമ്മുടെയും ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ കർത്താവ് പേര് മാറ്റിയാലുണ്ടല്ലോ പിന്നെ നമ്മൾക്ക് ആർക്കും നമ്മുടെ മുൻപിൽ നിൽക്കുവാൻ സാധിക്കത്തില്ല. ദൈവം പേര് മാറ്റിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്കൊക്കെ വ്യത്യാസം വരും. സ്തോത്രം. അവിടെ അത് കഴിഞ്ഞ് ജോഷുവയെ ദൈവം എങ്ങനെയൊക്കെ ഓരോ യെരിഹോവിൻ്റെ മുൻപിൽ യോശുവയെ ഉപയോഗിച്ചതും യോർദാൻ പിളർന്നതും അതൊക്കെ വലിയ വലിയ അത്ഭുതങ്ങളാണ് യോശുവയിലൂടെ ദൈവം ചെയ്തെടുത്തത്. യോശുവയുടെ സൈന്യത്തിൻ്റെ നായകനായി മാറി യഹോവയായ ദൈവം. കർത്താവ് അവനെ യോശുവനെ വലിയവനാക്കി, സൈന്യത്തിന് മുന്നിൽ വലിയവനാക്കി മാറ്റി. മോശയുടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ മോശയുടെ ദൈവമായ കർത്താവ് പറഞ്ഞത്, അവനെ മിസ്രൈമിൽ നിന്ന് ജനത്തെ വിടുവിക്കുവാൻ ദൈവം പറഞ്ഞ് നീ മിസ്രൈമിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നാണ് പറഞ്ഞത്. ഇറങ്ങിച്ചെല്ലുക, താഴോട്ട് പോകാനാണ് പറഞ്ഞത്. പക്ഷേ യോശുവയുടെ ദൈവം പറയുന്നത് നീ അറൈസ് ചെയ്യുക, നീ എഴുന്നേൽക്കുക എന്നാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ കർത്താവ് യോശുവയെ ധൈര്യപ്പെടുത്തുകയാണ്. യോശുവയെ നീ എൻ്റെ ദാസനായ മോശയുടെ പിൻഗാമിയായിട്ട് എൻ്റെ ജനത്തെ നീ നയിക്കണം. എൻ്റെ ജനത്തെ കനാൻ ദേശത്ത് ഞാൻ അവരോട് വാഗ്ദത്തം പറഞ്ഞ ദേശത്തേക്ക് നീയാണ് അവരെ എത്തിക്കുന്നത്. മോശയെ പോലും ദൈവം അനുവദിച്ചില്ല കനാൻ ദേശത്ത് ദൈവത്തിൻ്റെ ജനത്തെ എത്തിക്കുവാൻ. യോശുവയാണ് തിരഞ്ഞെടുത്തത്. ആ ഒരു തലമുറ ദൈവം മൊത്തം മരുഭൂമിയിൽ താഴ്ത്തുമാറാക്കി. എന്തുകൊണ്ടാണ്? കാരണം അവരുടെ മെൻറ്റാലിറ്റിക്ക് വ്യത്യാസമില്ലായിരുന്നു. അവരുടെ മെൻറ്റാലിറ്റി സ്ലേവറി മെൻറ്റാലിറ്റി ആയിരുന്നു. അടിമനുഖത്തിൻ്റെ മെൻറ്റാലിറ്റി അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിയില്ല. കർത്താവ് നമ്മളെയൊക്കെ വിളിച്ച് വേർതിരിച്ചിട്ടും കർത്താവ് നമ്മളെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു അടിമനുഖം മാറുന്നില്ലെങ്കിൽ ഇന്നും നമ്മൾ മിസ്രൈമിലാണ് ജീവിക്കുന്നത്. നമുക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ സംസാരത്തിനും നമ്മുടെ ജീവിത രീതികൾക്കും നമ്മുടെ ചിന്താഗതികൾക്കും ദൈവത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിനും നമ്മുടെ വാഴ്ത്തത്വങ്ങൾക്കൊക്കെ വ്യത്യാസം വരുന്നില്ലെങ്കിൽ ഇന്നും നമ്മൾ മിസ്രൈമിലാണ് ജീവിക്കുന്നത്. നമുക്കൊരിക്കലും അങ്ങനെ നമ്മുടെ വാഴ്ത്തത്വങ്ങളെയൊക്കെ കൈവശമാക്കുവാൻ പറ്റത്തില്ല കേട്ടോ. വാഴ്ത്തത്വങ്ങളെ അവകാശമാക്കുന്ന വലിയൊരു യുദ്ധം ചെയ്താലേ നമ്മുടെ വാഴ്ത്തത്വത്തിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ദൈവജനവും വാഴ്ത്തത്വത്തിലേക്ക് കയറിയത്. പഴയ തലമുറയിൽ നിന്ന് വെറും 2 പേര് മാത്രമാണ് കനാൻ ദേശം കണ്ടത്, യോശുവയും കാലേബും. കാലേബിനെക്കുറിച്ചും വേറൊരു വിവരണം വചനം തരുന്നുണ്ട്. വേറൊരു സ്വഭാവമുണ്ടെന്നാണ് ദൈവവചനം പറയുന്നത്. കാലേബ് വേറെ സ്വഭാവമുള്ള പുരുഷനാണെന്നാണ് ദൈവവചനം പറയുന്നത്. അത് വേറൊരു സ്റ്റഡിയാണ്, വേറൊരു ചരിത്രമാണ്. പക്ഷേ യോശുവയുടെ ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഇനിയും ഒരുപാടുണ്ട്. കർത്താവ് ഉപയോഗിച്ചത് യെരിഹോ മതിൽ വീഴുവാനൊക്കെ കർത്താവ് ഉപയോഗിച്ച് വളരെ അത്ഭുതകരമായ ദൈവപ്രവൃത്തിയായിരുന്നു. ആ യോശുവനെ ദൈവം ഉപയോഗിക്കാൻ കാരണം എന്താ? ഒരു കൊച്ചു പൈതലിനെ ഇത്രയും വർഷം മരുഭൂമിയിൽ നടത്തി. പക്ഷേ മരുഭൂമിയിൽ കൂടെ അവൻ നടന്നെങ്കിലും അവൻ്റെ മാതാപിതാക്കളെ പോലെ അല്ലായിരുന്നു അവൻ്റെ മെൻറ്റാലിറ്റി. അവൻ മറ്റുള്ളവരെ പോലെ പെറുപെറുക്കുന്ന അല്ലെ ആ ഒരു പഴയ രീതിയിലേക്ക് കടന്നു പോകുന്ന ഒരു മെൻറ്റാലിറ്റി അല്ലായിരുന്നു അവൻ്റെ കാഴ്ചപ്പാട് മുന്നോട്ടായിരുന്നു. അവൻ്റെ കാഴ്ചപ്പാട് ദൈവമായിരുന്നു. അവൻ്റെ വാസസ്ഥലം ദൈവത്തിൻ്റെ കൂടാരമായിരുന്നു. അവൻ നടന്നത് ദൈവത്തോടൊപ്പമായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ മോശയോട് അവൻ വിശ്വസ്തനായിരുന്നു. ദൈവത്തോടും അവൻ വിശ്വസ്തനായിരുന്നു.
ദൈവത്തിൻ്റെ ജനം ഒരിക്കൽ മരുഭൂമിയിൽ വെച്ച് മോശയോട് പറഞ്ഞു, മോശെ, ഞങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റത്തില്ല, ഈ ദൈവത്തിൻ്റെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ മരിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ പുതിയ നിയമത്തിൽ വന്നപ്പോൾ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഈ ശബ്ദം കേട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പഴയ നിയമത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ ശബ്ദം കേട്ടാൽ മരിച്ചു പോകും. പക്ഷേ പുതിയ നിയമത്തിൽ നമ്മൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ അവൻ്റെ ആടുകളാണ്. അവൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്നു. പഴയ നിയമത്തിൽ മോശ എന്താണ് ഇസ്രായേലിൽ നിന്ന് അവർ ഇറങ്ങിയപ്പോൾ എന്താണ് അവർ കൂടെ കൊണ്ടുപോയത്? യോസഫിൻ്റെ അസ്ഥികളാണ് കൊണ്ടുപോയല്ലേ. ഒരു ബോക്സ് നിറയെ യോസഫിൻ്റെ അസ്ഥികളെ അവർ കൊണ്ടുപോയി. എവിടെ എത്തിക്കാൻ? കനാൻ ദേശത്ത് എത്തിക്കാൻ. അവരുടെ പുറപ്പാട് അസ്ഥികളുടെ ഒരു ബോക്സുമായിട്ട്, അല്ലെ അസ്ഥിയുടെ ഒരു കൂട്ടവുമായിട്ടായിരുന്നു. പക്ഷേ യോശുവ പോയപ്പോൾ എന്തുകൊണ്ടാണ് കനാൻ ദേശത്തിലെത്തിയത്? എങ്ങനെയാണ് കനാൻ ദേശത്തിലെത്തിയത്? അവർ ദൈവത്തിൻ്റെ പെട്ടകവുമായിട്ടാണ് എത്തിയത്. മഹത്വമുള്ള കർത്താവിൻ്റെ മഹത്വം ഇറങ്ങുന്ന പെട്ടകവുമായിട്ടാണ് യോശുവ ഇറങ്ങിയത്. യോശുവ എപ്പോഴും പുതിയ നിയമത്തെയാണ് കാണിക്കുന്നത്. യോശുവ പോയത് കർത്താവിൻ്റെ മഹത്വം കൊണ്ടാണ് പോയത്. പഴയ നിയമം അസ്ഥികൾ കൊണ്ട് പോയപ്പോൾ പുതിയ നിയമത്തിൽ, അല്ലെ പുതിയ കാഴ്ചപ്പാടിൽ യോശുവ കനാൻ ദേശത്തെത്തിയത് കർത്താവിൻ്റെ മഹത്വം കൊണ്ടാണ്. നമ്മളെങ്ങനെയാണ് നമ്മുടെ കനാൻ ദേശത്തെത്തുന്നത്? നമ്മുടെ കനാൻ ദേശം, നമ്മുടെ വാഴ്ത്തത്ത ദേശത്തെത്തുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ നമ്മുടെ ശരീരം കർത്താവിൻ്റെ മഹത്വമായി മാറും. അവൻ്റെ മഹത്വം നമ്മുടെ ശരീരങ്ങളിൽ ഇറങ്ങി നമ്മൾ അവൻ്റെ രൂപത്തോട് അനുരൂപമായി ആ മഹത്വം നമ്മുടെ ശരീരങ്ങളിലേക്ക് ഇറങ്ങും. സ്തോത്രം. പിന്നെ എങ്ങനെയാണ്? എന്താണ് പിന്നെ വ്യത്യാസമുള്ളത്? പിന്നെ നമ്മൾ ഈ യോശുവയെ പോലെയാണ് നമ്മുടെ പുതിയ നിയമത്തിൻ്റെ ഓരോ കാഴ്ചപ്പാടുകളും മാറുന്നത്. ഈ പുതിയ നിയമത്തിൽ എല്ലാ രീതി യോശുവ യോർദാനിലേക്ക് കാല് വെച്ചത്, കർത്താവ് എന്താണ് പറഞ്ഞത്? യോർദാനിലേക്ക് കാല് വെക്കുക, യോർദാൻ രണ്ടായിട്ട് പിളരും. പുരോഹിതന്മാരോട് പറഞ്ഞു, നിങ്ങൾ കാല് ചവിട്ടുമ്പോൾ യോർദാൻ പിളരും. ഈ യോർദാൻ എന്ന് പറയുന്നത് എന്താ കാണിക്കുന്നത്? യോർദാൻ എന്ന് പറയുന്നത്, യോർദാനിലെ ആ ഒഴുക്ക് കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത്. യോർദാനല്ലേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്നാനപ്പെട്ടത്. ഈ യോർദാനിലേക്ക് അവർ കാല് ചവിട്ടിയപ്പോൾ മുന്നിലുള്ള തടസ്സങ്ങൾ, അല്ലെ അവരുടെ മുന്നിലുള്ള വഴികളുടെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോയി. ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നമ്മൾ നമ്മുടെ ചുവടുകളെ വെക്കുമ്പോൾ നമ്മുടെ മുൻപിലുള്ള തടസ്സങ്ങളെല്ലാം മാറിപ്പോകും. ചെങ്കടൽ പിളർന്നത് രാത്രിയിലല്ലേ? നിങ്ങൾ ആ ഭാഗം വായിച്ചാൽ ചെങ്കടലിനെ കർത്താവ് രാത്രി മുഴുവനും കാറ്റടിപ്പിച്ചിട്ടാണ് രാത്രിയിൽ വിഭജിച്ചത്. പക്ഷേ യോർദാൻ പിളർന്നത് പകലാണ്, രാവിലെയാണ് യോർദാൻ പിളർന്നത്. ഇതൊക്കെ ഓരോ വ്യത്യാസങ്ങൾ. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവവചനത്തിൽ എന്തെങ്കിലും ഒരു ഭാഗമുണ്ടെങ്കിൽ അതിന് ഓരോ ഡീറ്റെയിൽസും ഉണ്ട്. വെറുതെ ഒന്നും ബൈബിളിലൊന്നും കർത്താവ് എഴുതിയിട്ടില്ല. അതിന് ഓരോന്നിനും ഓരോ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ട്. അത് നമ്മൾ വായിക്കുമ്പോൾ ആ ഒരു അർത്ഥം നമ്മൾ ഗ്രഹിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമുക്ക് തരുമ്പോൾ നമ്മൾ അറിയാതെ കർത്താവിനെ സ്തുതിച്ചു പോകും. കാരണം ഈ വചനം ഒരു കഥാപുസ്തകമല്ല ബൈബിൾ. നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി, അല്ലെ പരിശുദ്ധാത്മാവ് നമ്മളെ അത് പഠിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കർത്താവ് നമ്മളെ എന്തിനാണ് വിളിച്ചത്. നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്, ഇരുളിൻ്റെ മക്കളല്ല. നമ്മൾ വെളിച്ചത്തിൻ്റെ പകലിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് മുൻപാകെ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ യോശുവയെ പോലെ നമ്മുടെ മുൻപിലുള്ള ചെങ്കടലും നമ്മുടെ മുൻപിലുള്ള പ്രതികൂലങ്ങളും ഒക്കെ അനവധിയാണ്. കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും ഒരു കാര്യം ഓർക്കണം. ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകല്ലേ, നമ്മൾ പകലിൻ്റെ മക്കളാണ്. നമ്മൾ യോശുവ ജനറേഷനാണ്, യോശുവയുടെ കാലഘട്ടമാണ്. നമ്മൾ വാഴ്ത്തത്വത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ തലമുറയാണ്. നമ്മൾ മരുഭൂമിയിൽ പെട്ടുപോകുന്നവരുടെ തലമുറയല്ല. നമ്മൾ കർത്താവിനെ മാത്രം കണ്ട് ഫറവോൻ്റെ അടിമത്ത നുഖമല്ല നമ്മൾ ഹൃദയങ്ങളിൽ ഇരിക്കേണ്ടത്. കനാനിലെ സുഖങ്ങളും, അല്ലെ കനാലിൽ നമ്മൾ ആരുടെ കൂടെ വസിക്കാൻ പോകുന്നു, കർത്താവിനോടുള്ള നിത്യവാസം, ആ നിത്യത മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതുമാത്രം മുന്നോട്ട് നമ്മൾ ലക്ഷ്യം വെച്ച് ഓടുമ്പോൾ നമ്മുടെ മുറുകെ പറ്റുന്ന സകല പാപങ്ങളും ഭാരവും നമ്മൾ ഒഴിഞ്ഞ് ആ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം.